എല്ലാവർക്കും എൻ്റെ കാലിസ്റ്റനിക്സിൻ്റെ ഒരു ആയുധം അൺബോക്സ് ചെയ്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സാധനം മേടിച്ചാലേ കാലിസ്റ്റനിക്സ് തുടങ്ങാൻ പറ്റുമെന്നൊന്നുമില്ല. അത്യാവശ്യം കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രം മേടിച്ചാലും മതി. ഞാനിത് മേടിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം നിങ്ങൾക്ക് പറഞ്ഞു തരാനും പിന്നെ എനിക്ക് മടിയുള്ളപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യാനുമാണ്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതാണ് എൻ്റെ സംഭവം. ഇത് ഞാനിവിടുത്തെ ഡീക്കാത്തലോണിൽ നിന്നാണ് മേടിച്ചത്. ഇവിടെ എനിക്കിതിന് 60 പൗണ്ടായി. 60 പൗണ്ടെന്ന് പറയുമ്പോൾ നാട്ടിൽ ഇതിന് 6000 രൂപ. സംഭവം ഉപയോഗിക്കുവാണെങ്കിൽ വർത്താണ്. അല്ലാണ്ട് മറ്റേ പൊടി അടിച്ച് സൈഡിൽ വെക്കാനാണെങ്കിൽ വെറുതെ 6000 രൂപ കളയണ്ട. ഇത് ഞാൻ ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു രസത്തിനെടുത്ത വീഡിയോ ആണ്. കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ഭാഷയിലുള്ളത് കൊണ്ട് ഇന്തോനേഷ്യ വിട്ട് നമ്മളെ ഹിന്ദി ഉണ്ടാകുന്ന നോക്കിട്ട് എനിക്ക് ഇന്ന് നോക്കാൻ സമയമില്ല. നാളെ നോക്കുമ്പോൾ നമ്മൾ ഹിന്ദി ഉണ്ടാകുന്ന നോക്കിയാണ്. മലയാളം എന്തായാലും കാണൂല, അതാണ് ഞാൻ നോക്കാം. ആദ്യം നമ്മൾ ഈ സാധനം എടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ട സംഭവമാണിത്. ബഹളം തന്നെ ഇവിടെ. ഇത് ഭയങ്കര എളുപ്പമാണെന്ന് തോന്നുന്നുണ്ട് സംഭവം ഫിറ്റ് ചെയ്യാൻ. നമുക്ക് ആദ്യം ഇത് രണ്ടും എടുത്ത്, കാരണം ഞാൻ ഇത് രണ്ടും എടുത്ത് ഇങ്ങനെ വെച്ചു. കാരണം ഇത് രണ്ടും എന്തായാലും ഇങ്ങനെയാണ് പോകാൻ പോകുന്നത്. ഇതിന്റെ മണ്ടയിൽ കൂടെ ഇവ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യണം. അത്യാവശ്യം നല്ല പൊക്കമുണ്ട്. നല്ല പൊക്കമുണ്ട് കേട്ടോ. ഇത് കൊള്ളാം, സംഭവം കൊള്ളാം. ആദ്യം ഇത് രണ്ടും ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഒരു സ്റ്റെപ്പ് കൊണ്ട് ഈ സാധനം ഇപ്പോഴും എടുത്ത് വെക്കാം. കോമ്പ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയായിരുന്നു. എന്തായാലും കണ്ടപ്പോൾ ഒരു വാക്കാണെന്ന് തോന്നി ചെയ്യാൻ. ചിലപ്പോൾ ചെയ്ത് തുടങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ. ചിലതിന് മുമ്പ് നമ്മളെല്ലാം സെൻസ് ഉണ്ടാക്കാൻ ഒന്നും സെൻസ് ഉണ്ടാക്കില്ല. എല്ലാ സംഭവം ഓട്ട വീടില്ല മര്യാദ. നമ്മളെന്ത് ചെയ്യണം? ഓട്ടെ വീഴ്ത്തണം. അതാണ് നമ്മളെ കഴിവ്. സെറ്റ്. രണ്ടുപേരെ നമ്മൾ ഓട്ടെ വീഴ്ത്തി. ഒരു ടിപ്പാറ് സെറ്റ്. ഓ പൊടി കൊള്ളാം. വരെ നമുക്ക് ഒരു മൂലയിലോട്ട് വെക്കാം. അടുത്ത മനസ്സിലാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് പിന്നെ ആദ്യം ചെയ്ത പോലെ അത്ര കാർഡ് കാണത്തില്ല. ആദ്യത്തെ ഫിറ്റ് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് എനിക്കിത് ഫിറ്റ് ചെയ്യാൻ വലിയ പാടുണ്ടായില്ല. ഇത് രണ്ടും കൂടെ ഫിറ്റ് ചെയ്തെടുക്കാൻ വലിയ സമയമൊന്നും എടുക്കൂല. ഞാനിതൊരു 4 മണിക്ക് തുടങ്ങിയതാണ്. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഈ പരിപാടി തീർന്നു. ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയാൻ കിട്ടുന്നത് ഒരു ടൈം പാസ്സാണ് എനിക്ക്. സമയവും പോവും, ഫണ്ണുമാണ്. നമ്മുടെ കലയായതുകൊണ്ട് നമുക്കൊരു രസവും ഉണ്ട് അത് ചെയ്യാൻ. പനി പോയും വന്നു ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ജിമ്മിൽ പോകാൻ പറ്റാറില്ല ഈയിടെയായിട്ട്. ഇനി ഒരു പനി വന്നാൽ എൻ്റെ ചെറുക്കനുണ്ട്. നല്ല പൊക്കമുണ്ട്. എന്റെ പൊക്കത്തിനൊത്ത സാധനം. പിന്നെ 50 പുഷപ്പ് അടിച്ചാലാന്ന് മനസ്സിലുണ്ട്. പിന്നെ ഉൾക്കാടനം തന്നെ തുടങ്ങിക്കളയാം. എന്റെ കാലിസ്റ്റനിക്സ് ദൈവങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് നമുക്കൊരു 50 ടിപ്സ് അടിക്കാം. നോമ്പിൽ നിന്ന് പള്ളിയിൽ പോയി മന്തി കിട്ടും. അത് ഇനി
അതെന്തായാലും വയറച്ചിട്ടില്ല. നല്ല വിശപ്പും വരും ഇത്രയും കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. പനിയൊന്നും കൂടെ വരുന്ന മതി എന്നുള്ള ഒരേ ഒരു ഇതേ ഉള്ളൂ എനിക്ക്. ഈ ബാർ തൊട്ടിട്ട് ഞാൻ ഒരാഴ്ചയായി. പനി ആയതുകൊണ്ടാണ് തൊടാത്തത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ജിമ്മിൽ പോയത്. ഇത് അടുത്ത ഞായറാഴ്ചയായി. ചെയ്യുന്നതിനേക്കാളും പാടാണ് റെസ്റ്റ് എടുക്കാൻ. എന്നാലും റെസ്റ്റ് വളരെ അത്യാവശ്യമാണ്. പനി കാരണം എപ്പോൾ 3 സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചാലും 2 സ്റ്റെപ്പ് പുറകോട്ട് വെക്കേണ്ടി വരും. പഴയ പോലെ ചില്ലായിട്ടല്ല ഇത് പോകുന്നത്. ശരീരം വലിയ സീരിയസ് ആയിട്ടാണ് ഇപ്പം 50 ടിപ്സൊക്കെ എടുക്കുന്നത്. 50 സെറ്റ് മുത്തേ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇതില് ആയിരിക്കും നമ്മുടെ കുറേയൊക്കെ അഭ്യാസം. ബൈ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്നും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.